ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ഡേ സ്റ്റാർട്ടാവുന്നുള്ളൂ. സോ ഐ തോട്ട് ഓഫ് ടേക്കിംഗ് എ ഡേ ഇൻ മൈ ലൈഫ്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാലോ. കുറച്ച് കാരണമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നു. പല്ലൊക്കെ തേച്ചു, വെള്ളം കുടിച്ചു. ഇനി ഞാൻ പഴം കഴിക്കണം, ഡ്രസ്സപ്പ് ചെയ്യണം, ജിമ്മിൽ പോകണം. എനിക്കാണെങ്കിൽ നല്ല തലവേദനയുണ്ട്. ബട്ട് ഇപ്പോൾ തലവേദനയ്ക്കൊന്നും ഞാൻ ലീവ് എടുക്കുന്നില്ല. പോകാൻ ആൻഡ് ദിസ് ഈസ് മൈ ന്യൂ ഇയറിങ്. ക്യൂട്ടല്ലേ? സോ ഞാൻ റെഡി ആവട്ടെ. ഓക്കെ, ഞാൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാൻ വേണ്ടി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇവിടെ പോവാം. ഇപ്പോൾ ടൈം 7:34 ഒക്കെ ആയിട്ടുണ്ട്. 7:35 കഴിഞ്ഞാൽ എൻ്റെ ബസ് വരും. അപ്പോൾ നമുക്ക് പോവാം. ഇനി ഈ ജിമ്മിലെത്തിയിട്ട് കാണിക്കാം. ലോങ് വീഡിയോ എടുക്കണ്ടേ. ഒന്നും മിണ്ടാതെ സൈഡിൽ നിന്നാൽ മതിയേ. ആരെങ്കിലും ചെയ്യൂല, അതാണ്. ഓക്കെ, ചെയ് നിർത്തല്ല ചെയ് അവിടെ. അവതൊക്കെ വീഡിയോയിൽ ഒരു ബാച്ച് ചെയ്തോ. ഈ കുറച്ച് ഷോർട്ടിൻ്റെ ഓഡിയോ ഞാൻ മ്യൂട്ടാക്കും, കാരണം ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ട്. ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ആണ് അടുത്ത റീലിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റീലും എല്ലാം കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ എഡിറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ അപ്പോൾ അതെന്തായാലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇതിന് മുമ്പ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള പ്രാക്ടീസ് ആയിരുന്നു. ഇപ്രാവശ്യം ഞങ്ങളുടെ പുതിയ മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് ഡാൻസിന് വേണ്ടിയിട്ട്. പാസ് ഞാൻ നിവേദിച്ചുണ്ട്. അപ്പോൾ അത് നമ്മുടെ സരിതേച്ചിയും സുസ്മിതേച്ചിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. വീഡിയോ വെച്ചിട്ട് ഒരു ഹായ് പറയൂ.
താങ്ക് യു. എനിക്ക് സോഡ വേണ്ട പറഞ്ഞിട്ടും എനിക്ക് സോഡ വാങ്ങിത്തരുന്ന നിവേദിത. കള്ളം പറയാം. നോ, വിശ്വസിച്ചാൽ മതി. കള്ളം പറയാം. ഗ്രീൻ ട്രൂത്ത്. ഞാൻ വീട്ടിലെത്തി ആൻഡ് മൈ ഡ്യൂട്ടി സ്റ്റാർട്ടഡ്. എന്ത് ഡ്യൂട്ടിയാ? കുഞ്ഞാപ്പൂ ഡ്യൂട്ടി. ചെറിയമ്മ പറഞ്ഞേ. ചെറിയമ്മ പറയേ. ആരിച്ചമ്മ? അപ്പോൾ ഞാൻ കുളിച്ചു. ഇപ്പോൾ ടൈം 11:45 എന്തോ ആയിട്ടുണ്ട്. കുളി കഴിഞ്ഞു. ഇതെൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണർ ഉണ്ട്. ഇതൊക്കെ മൊത്തം ഡ്രസ്സാണ് ഉണക്കാനായിട്ട്, ഉണങ്ങാത്തതുകൊണ്ട്. എൻ്റെ പാർട്ട്ണർ ഇൻ ക്രൈം ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈ സ്വത്തുമ്മ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? യം യം പറ. യെസ്. യാ, ഇപ്പം എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യുമ്പോൾ എൻ്റെ ബോയ് ബിഗ് ബോയ് ആയി. വാവ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയുമാണ്, പിന്നെ മുട്ട പുഴുങ്ങിയതും. അമ്മ ഈസ് കുക്കിംഗ് സംതിങ്. എന്താ ഫുഡ്? പറ. ഇന്ന് ഫുഡ് നെയ്ച്ചോറാണ്. ഓക്കെ. യെസ്. മുട്ട. കൈ കൊണ്ട് കാണിച്ചിട്ടായിപ്പോ അച്ഛനെ കൊണ്ടുവരാൻ കോട്ടയത്തായോ? ഞാൻ പോവാം. എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സീരീസാണ് ലോക്കപ്പ്. സീസൺ 2 സീരീസ് എല്ലാം ഷോ ആണ്, റിയാലിറ്റി ഷോ. ഞാൻ അതിൽ യുവാങ്ഷ ഫാനാണ് കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഞാൻ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് നെയ്ച്ചോറ്, ചിക്കൻ കറി, സർലാസ്, അതൊക്കെയാണ്. ഇവിടെ സർലാസ് എന്നാണ് പറയുക. അപ്പോൾ അതൊരു വാങ്ങിനകത്ത് കഴിക്കും. ഈ സീരീസ് കാണും, അല്ലെ ഈ ഷോ കാണും. അങ്ങനെ നമ്മൾ ഇരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ വീടിൻ്റെ കോലം. എല്ലാ ടോയ്സും ഉണ്ടാവും എല്ലാ ദിവസവും രാവിലെ. പിന്നെ രാത്രിയാണ് നമ്മളതൊക്കെ എടുത്ത് വെക്കുള്ളൂ, അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴേലൊക്കെ എടുത്ത് വെക്കും. എല്ലാവരും വന്നിരിക്കുന്നതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ വന്നിട്ടുണ്ട് സൈഡിൽ. അപ്പോൾ നമ്മൾ ആ ഷോ മാറ്റിയിട്ട് നമ്മൾ പുതിയ സിനിമ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഹൊറർ മൂവീസാണ് സെർച്ച് ചെയ്തത്. ഇപ്പോൾ ടൈം 5:45. ഞാൻ ഇങ്ങനെ വെറുതെ നടക്കാറിങ്ങിയത് പുറത്തേക്ക്. ഞാൻ അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല, പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങും. നമ്മുടെ വീട്ടിലത്തെ റംബൂട്ടാനും ഒക്കെ കാണിച്ചു തരാം. കണ്ടോ, അങ്ങനെ നടന്ന് വരുമ്പോൾ ഇവിടെ ആയിട്ട് റംബൂട്ടാൻ്റെ ചെടി. മറ്റേ റംബൂട്ടാൻ കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ സൂം ചെയ്ത് നോക്കട്ടെ. കണ്ടോ ഗ്രീൻ കണ്ടോ? നമ്മുടെ വീട്ടിലത്തെ ഒന്നും പഴുത്തിട്ടില്ല. വളരെ സൈഡാണ് ഗൈസ്. പക്ഷെ ഇന്നത്തെ മഴയിൽ കുറേ നിലത്ത് വീണിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 1-2 എണ്ണം പറക്കിയിട്ട് മുറിച്ചിട്ട് കഴിച്ചൊക്കെ ഒട്ടും കഴിക്കാൻ പറ്റില്ല. എന്തൊക്കെയോ ഒരു ടേസ്റ്റ്. അപ്പം ഞാൻ നേരെ ചേച്ചിയുടെ വായിക്ക് വെച്ചെടുത്തു. അപ്പം അവിടെ നിന്ന് ചീത്ത കിട്ടും. ഇതാണ് എൻ്റെ വീട്. ക്യൂട്ട് റൈറ്റ്? യെസ്, ഇറ്റ്സ് ക്യൂട്ട്. ഇതെൻ്റെ തറവാട്. നമുക്കിവിടെ ചെടികളൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതൽ പുല്ലുണ്ട്. പുല്ല് ചെത്തണ ഒരു മെഷീൻ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുല്ല് ചെത്തുന്ന മെഷീൻ വാങ്ങിയിട്ടുണ്ട്. ചെറിയൊരു അത് വെച്ചിട്ട് നമുക്കിപ്പോൾ ചെത്തലാണ് പണി. ഞാൻ ചെത്തി നോക്കിയിട്ടില്ല. അച്ഛനും പൊന്നീച്ചൊക്കെ ചെത്തി നോക്കിയിട്ടാണ്. ഇവിടെയൊക്കെ ക്ലീനായി, ഇവിടെയൊക്കെ ക്ലീനായിട്ടുണ്ട്. പിന്നെ അവിടെ നിൽക്കുമ്പോൾ കുറച്ച് പേടിക്കാണ്ട്. പിന്നെതാ ഇവിടെയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു പോലെയായിരുന്നു, ബട്ട് ഇവിടെ ക്ലീനായി. കണ്ടോ, അങ്ങനെ ക്ലീനായി. എൻ്റെ മുഖത്ത് ഇവിടെ ഒരു കുരു. It's my first time taking a day in my life video like this. അതുകൊണ്ട് എനിക്ക് നല്ല നാണക്കേടുണ്ട്. ആരും കാണാതിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ ഡാൻസൊക്കെ ഞാൻ അവിടുത്തെ ടെറസിൽ നിന്നിട്ട് എടുക്കാറ്. ക്യാമറയ്ക്ക് ഒന്നല്ല നോക്കണേ, വേറെ അങ്ങോട്ടൊക്കെയാണ് നോക്കുന്നത്. ഇനി കുഞ്ഞാപ്പൂന് ഒട്ടൊരു വേണം. എന്ത് വേണമാണോ? ഇനി കുഞ്ഞാപ്പൂനെ എടുത്ത് നടക്കാറാണ്. ഭയങ്കര വാശിയിലാണ്. പുറത്ത് നടക്കാൻ പോവാം. Okay? Are you ready? Let's go. ഞങ്ങൾ രണ്ടുപേരും ഒരു ടീമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യല്ലേ. ഞങ്ങളിങ്ങനെ നടക്കും ഇടയ്ക്ക് ചില സമയങ്ങളിൽ. ഞാൻ പുറക്കെണീറ്റോണ്ട് ഭയങ്കര സാഡാ അല്ലേ? എന്തിനാ വിഷമിക്കണേ? ക്യാമറ കണ്ട ഇടയ്ക്ക് ഞങ്ങൾ മിണ്ടില്ല. അവിടെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ക്യാമറ കണ്ടുകൊണ്ടിരിക്കണം. ബസ് വരുന്നുണ്ട്, ബസ് പോയിട്ട് എടുക്കാം.
എൻ്റെ സൈക്കിളാണ് ഇരിക്കുന്നത്. ഞാൻ ട്യൂഷനൊക്കെ പോകാൻ മേടിച്ചിട്ട് എൻ്റെ സൈക്കിളിൻ്റെ കോലം നോക്കും, കേടായി ഗൈസ്. ഈ ഒരു ഷോട്ടിന്റെ ഓഡിയോ ഞാൻ മ്യൂട്ട് ചെയ്യുന്നുണ്ട്, കാരണം ടീ വെച്ചുകൊണ്ട് ഇതിപ്പോൾ കുഞ്ഞനും കുഞ്ഞാപ്പും കൂടി അമ്മേനെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം. അവർ രണ്ടുപേരും ഇങ്ങനെ കളിക്കുന്ന ഇടയിൽ നമ്മുടെ കൂടെ ഇങ്ങനെ വന്ന് സ്നേഹിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മളിങ്ങനെ കളിക്കാൻ വിളിക്കും. അതൊക്കെയാണ് ഇവരുടെ പണി. പിന്നെ അവരുടെ ടോയ്സ് ആ ഒരു ഇത് ലഹളമായിരിക്കും. വൈകുന്നേരം ഈവനിങ് സ്നാക്ക് നിങ്ങൾ ചക്കുപ്പഴം തന്നേ എരിവാണ്, അതുകൊണ്ടാണ് ഉണ്ണിക്ക് കൊടുക്കാത്ത. ഹായ് പറ. ഇഷ്ടപ്പെട്ടില്ല. ഹലോ, സോറി, ഹലോ അല്ല, ഞാൻ എടുത്ത വീഡിയോൻ്റെ ലൈക്ക് ഇന്നലത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഡിന്നർ എനിക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു, മടി പിടിച്ച്. അങ്ങനെ ആ ഈവനിങ് ഒക്കെ ആയി കഴിയുമ്പോൾ ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. ഞാൻ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് ഒരു 5:36 ഒക്കെ ആകുമ്പോഴേക്കും ഫോൺ യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. ഞാനിങ്ങനെ മറന്നുപോയി. ഉണ്ണിയുടെ കൂടി ഇങ്ങനെ കളിച്ച് ഇങ്ങനെ നടക്കും. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇന്നലെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇന്നിപ്പോൾ June 3rd ആണ്. ഇന്നലെ June 2nd എടുത്ത വീഡിയോ ആയിരുന്നു. ഇന്നലെ എന്തായിരുന്നു, ചെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു വന്നു. പിന്നെ ഇങ്ങനെ കളിച്ച് നടന്നു, ഫുഡൊക്കെ കഴിക്കാനെടുത്തു. അങ്ങനെ ബേസിക്കായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇന്ന് എന്തായിരുന്നു, ഇന്ന് ബാക്കായിരുന്നു. ബാക്കിൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കുളിച്ചു. ആൻഡ് ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ അപ്പോൾ പുതിയ ലിപ് ബാം തേക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പിഗ്മെൻറ്റഡ് ലിപ്സാണ്, കണ്ടോ. അത്യാവശ്യം കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. 3 ദിവസമായിട്ടുള്ള യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഹൈഡ്രേഷനാണ്, ഭയങ്കര മോയ്സ്ചറായിട്ട് നിൽക്കുന്നുണ്ട്, ഹൈഡ്രേറ്റഡ് ആയി നിൽക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ റിവ്യൂസ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ കൂടുതൽ റിവ്യൂ ആയി കഴിയുമ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ഇടാം. അങ്ങനെ അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഫുള്ളായി കണ്ടതിന് താങ്ക് യു സോ മച്ച്. വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.